പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ എന്ന വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന ആ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികളെ കുറിച്ചിട്ടായിരുന്നു. നമുക്കറിയാമല്ലോ എത്ര അഴിമതികളാണ് നമ്മുടെ മനസ്സിൻ്റെ മുന്നിലൂടെ പോകുന്നത്. സ്പ്രിംഗ്ലർ അഴിമതി മുതൽ ബെവ്കോ അഴിമതി, ഇലക്ട്രിക് ബസ്സിൻ്റെ അഴിമതി, പമ്പ മണൽക്കടത്തിൻ്റെ അഴിമതി, ബ്രൂവറിയുടെ അഴിമതി, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന 2016-21 കാലത്ത് ഉണ്ടായതാണ് ഈ അഴിമതികളൊക്കെ. 2020 സ്വർണ്ണക്കള്ളക്കടത്ത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഡോളർ കള്ളക്കടത്ത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ 2020 കാലഘട്ടത്തിൽ വന്നു. 2021-26 കാലഘട്ടത്തിൽ AI ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വന്നു, മാസപ്പടി കേസ് വന്നു. അങ്ങനെ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി അഴിമതി, മാത്രമല്ല സഹകരണ മേഖലയിലെ വലിയ കൊള്ള, കരുവണ്ണൂർ കേസ് ഉൾപ്പെടെ ആ 10 വർഷക്കാലം വിജയൻ നടത്തിയിട്ടുള്ള അഴിമതികൾ വ്യാപകമായിട്ടുള്ള ചർച്ചയായിരുന്നു കേരളത്തിൽ. ആ അഴിമതികൾ സംബന്ധിച്ച് അതിൽ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് കണ്ടുപിടിക്കുമെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും UDF നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. 2026 തെരഞ്ഞെടുപ്പ് കാലത്തും വിജയൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതി സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. അതിൻ്റെ മുകളിലായിരുന്നു ശബരിമല കൊള്ള, അതിലും പ്രതികളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു 6-7 അഴിമതി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രമേശ് ചെന്നിത്തല അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു, വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം വിജയനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പിടി അഴിമതി ആരോപണങ്ങൾ നേരിട്ട് ഉന്നയിച്ച ആളാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയായിട്ടിരിക്കുകയാണ്. പല തീരുമാനങ്ങളിൽ നിന്നും ഒന്നാം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് വിജയനെ U-ടേൺ അടിപ്പിക്കാൻ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ രണ്ടാമത്തെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഒരു പിടി അഴിമതി ആരോപണങ്ങൾ വേറെ ഉയർന്നു വന്നിരുന്നു. ആ അഴിമതി ആരോപണങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കും എന്ന് ആണയിട്ട് പറഞ്ഞിരുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിട്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ വിജയൻ്റെ കാലത്ത് നടന്ന അഴിമതികളെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കും എന്ന് ഒരു വാക്കെങ്കിലും ഈ ഗവൺമെൻറ്റിൽ ആരുടെയെങ്കിലും വായിൽ നിന്ന് വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആരുടെയെങ്കിലും വായിൽ നിന്ന്, ഒരാളുടെ വായിൽ നിന്നും ഈ ഗവൺമെൻറ് വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും വിജയൻ്റെ അഴിമതികളെക്കുറിച്ചിട്ട്, വിജയൻ്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വാചകം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വന്നിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബിയിൽ നടന്ന അഴിമതിയെക്കുറിച്ചിട്ട് എത്ര വാചാലമായിട്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞുകൊണ്ടിരുന്നത്. എണ്ണി പറഞ്ഞു കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ അഴിമതിയെക്കുറിച്ച്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയെക്കുറിച്ച് സർക്കാർ മാറി വന്നാൽ അന്വേഷിക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ജയിലഴി എണ്ണും എന്നുവരെ അന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ആ നിലയിൽ പരിപൂർണമായി വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. കാരണം ഈ ഗവൺമെൻറ്റിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടുന്ന വലിയൊരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേരളം നേരിടുന്ന മഹാവിപത്താണ് മയക്കുമരുന്ന്. ഒരുപക്ഷെ മദ്യത്തിനേക്കാൾ കൂടുതൽ വലിയ വിപത്താണ് മയക്കുമരുന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മദ്യം വിപത്തല്ല എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ മദ്യത്തിനു മുകളിൽ മയക്കുമരുന്ന് അതിനേക്കാൾ വലിയൊരു മഹാവിപത്തായി കേരള സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ചെറുപ്പക്കാരികളെയും വരെ പലതരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ അടിമയാകുന്ന വലിയൊരു വിപത്ത് നമ്മുടെ കേരളത്തെ ഗ്രസിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ വിപത്തിനെതിരെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അധികാര സ്ഥാനം ഇല്ലാതിരുന്നിട്ട് പോലും രമേശ് ചെന്നിത്തല സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനം ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ച് നടന്നതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. എല്ലാ ജില്ലയിലും ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മയക്കുമരുന്നിനെതിരെ വലിയൊരു പോർമുഖം ഒരു അധികാര സ്ഥാനമില്ലാതിരുന്നപ്പോൾ പോലും രമേശ് ചെന്നിത്തല കൊണ്ടുവന്നാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അതൊരു പുതിയ ഘട്ടത്തിലേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ VD സതീശൻ സർക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്
രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശക്തമായിട്ടുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് ജനങ്ങളോട് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് ഇൻ നോ അൺസർട്ടൺ ടേംസ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കൊടുക്കുന്നത് ശക്തമായിട്ടുള്ള മെസ്സേജാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം അതിശക്തമായിട്ടാണ് പറയുന്നത്. ഒരു സംശയവും വേണ്ട, അടിച്ചമർത്തും, ഈ മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്തും എന്ന് ശക്തമായിട്ടുള്ള ഭാഷയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്. നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. മയക്കുമരുന്നിനെതിരെ എന്തെങ്കിലും വാചാടോപമെങ്കിലും വിജയം നടത്തിയിട്ടുണ്ടോ? മയക്കുമരുന്നിനെതിരെ എന്ത് നീക്കമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ അയാളോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയോ നടത്തിയിട്ട് ഒരു നീക്കവും നടത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ 45 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് മയക്കുമരുന്നിനെതിരെ ഒരു മഹായുദ്ധം, ഐതിഹാസികമായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല ഭാഗികമായി ഈ 1.5 മാസങ്ങൾക്കുള്ളിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഈ നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു മയക്കുമരുന്ന് വിമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുക എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് പോലും കേരളം ഭാവിയിൽ എത്തിച്ചേർന്നാൽ അത്ഭുതമില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം TV-യിലൊക്കെ കാണുകയായിരുന്നു. പിന്നെ പെരുമ്പാവൂരൊക്കെയുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് വലിയ റെയ്ഡാണ് നടക്കുന്നത്. എത്രയോ കിലോ മയക്കുമരുന്ന് ഉൾപ്പെടെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുണ്ട്. എത്രയോ ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് നമ്മളുണ്ട്. അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല ശക്തമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നുണ്ട്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ ഒരു പൊൻതൂവലാണ് രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ അങ്ങേയറ്റം പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാനും ഒരു മടിയും പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് പറയുമ്പോഴും വിജയൻ്റെ കാലത്ത് നടന്നിരുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ? ആ ബാധ്യതയിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നോട്ട് പോകാൻ കഴിയുമോ? ആ ബാധ്യതയിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഉത്തരവാദിത്വം, ബാധ്യതയും ചുമതലയും രമേശ് ചെന്നിത്തല എടുക്കണം എന്ന് പോസിറ്റീവായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പറയാനുള്ളത്. ഒരു പിടി അഴിമതികൾ ഈ 10 വർഷക്കാലം ഇയാൾ നടത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരിക, പുറത്തു കൊണ്ടുവരിക, അതിൽ അഴിമതിക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് പിന്നോട്ട് പോകാൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് കഴിയില്ല. എനിക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത് ഈ ജോസഫ് വിജയുടെ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിലേക്ക് ഒന്ന് നോക്കണമെന്നാണ്. അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഉൾപ്പെടെ വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ കള്ളപ്പണമൊക്കെ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളാണ് വിജയ്. അവിടെ പോലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു പിടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ സമാനതയില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിന് സമാന്തരമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള UDF ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വിജയനും പ്രഭൃതികളും നടത്തിയിട്ടുള്ള ശതകോടികളുടെ അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണം അടിയന്തരമായി earlier the better എന്ന് പറഞ്ഞ പോലെ പ്രഖ്യാപിക്കാൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് രമേശ് ചെന്നിത്തല പുറകോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു വിമർശനമായി ഒരിക്കലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കരുതരുത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ്. ഇതൊരു ഉപദേശമാണ് എന്ന് കരുതുക. 1.5 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും അത് തുടങ്ങാൻ ഉള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പോലീസിലെ അഴിച്ചുപണിയും വളരെ നിർണായകമായിട്ടുള്ളതായിരുന്നു. വിജയനെ പോലെയൊക്കെയുള്ള ആത്മാർത്ഥതയുള്ള പ്രതിബദ്ധതയുള്ള ആളുകളെയാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP ആയിട്ട് കൊണ്ടുവരുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ, വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുന്ന മനോജ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഈ അന്വേഷണങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കാൻ രമേശ് ചെന്നിത്തല എത്രയും പെട്ടെന്ന് തയ്യാറാവണം എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഉപദേശമായി കണക്കാക്കണം എന്നാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഈ ഗവൺമെൻറ്റിനോടും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയോടും പറയാനുള്ളത്.